എങ്ങനെയുണ്ട് ചേട്ടാ പടം? ട്വിസ്റ്റ് ഉണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഓവറോൾ മൂവി എങ്ങനെയുണ്ട്? ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള മൂവിയാണെന്ന് കേൾക്കുന്നു. അങ്ങനെ തന്നെയാണോ തോന്നിയത്? മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണോ? ജീത്തു ജോസഫിന്റെ സ്ഥിരം ശൈലിയിലുള്ള ഒരു സിനിമ തന്നെയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് ഓക്കെ, പടം കൊള്ളാം. സംഭവം കുറേ നെഗറ്റീവ് മിക്സഡ് റെസ്പോൺസ് ആയിട്ട് അത്ര മോശമല്ല പടം. തിയേറ്ററിൽ വന്ന് കാണാനുള്ളതുണ്ട്. ട്വിസ്റ്റ് ടേൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. സംഭവം ത്രില്ലർ മോഡാണ്. സംഭവം ചെറിയ ക്യാമറ ആംഗിളായി ചെറിയൊരു എന്തോ ഇതുണ്ട്. പക്ഷെ അങ്ങനെ മോശം പറയല്ലേ പടം. ആക്ടേഴ്സൊക്കെ കൊള്ളാം, നൈസാണ്. നമ്മൾ വിചാരിച്ച ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, അതാണ് നൈസ്. തിയേറ്റർ ഒന്ന് കാണാനുള്ളതുണ്ട്. പടം കൊള്ളാം, നല്ല പടം. മൊത്തത്തിൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ സിനിമയല്ലേ, നല്ലതല്ലേ. പിന്നെ ഇന്റർവെലിന് ശേഷം നല്ലതാണ്. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ലാഗ് ഒക്കെ ഉണ്ടെന്ന് ഒരു അഭിപ്രായം കേട്ടോ. അങ്ങനെ തോന്നുന്നു. ആദ്യ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ലാഗ് ഉണ്ട്. എങ്ങനെയുണ്ട്? അപർണ ബാലമുരളി നല്ല അഭിനയം തന്നെയാണ്. നമുക്കൊരു നാച്ചുറൽ ഫീൽ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, നല്ല അഭിനയമാണ്. തിയേറ്റർ വാച്ച് ഫിലിം തന്നെയാണോ ഇത്? കുഴപ്പമില്ല, നല്ല പടം, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഇന്റർവെലിന് ശേഷം എങ്ങനെയുണ്ട് മോനെ? സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ത്രില്ലറാണ്, നല്ല ത്രില്ലറാണ്, അടിപൊളി ത്രില്ലറാണ്. നമ്മുടെ ദൃശ്യം പോലെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന സിനിമ തന്നെയാണോ? ദൃശ്യം പോലെ അല്ല, അത് ഫാമിലി ത്രില്ലർ അങ്ങനത്തെ ഒരു പടം അല്ലെങ്കിലും നല്ല അത്യാവശ്യം അടിപൊളി ത്രില്ലറാണ്. ആക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ആസിഫ് അലി, അപർണ ബാലമുരളി അടിപൊളിയാണ് രണ്ടുപേരും. നല്ല അഭിനയം. ഒരു തിയേറ്റർ മാസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണോ ഇത്? നല്ല ത്രില്ലറാണ്. തിയേറ്റർ വാച്ചാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ആൾക്കാരനുസരിച്ചിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം. നല്ല സെക്കൻഡ് ഹാഫ് ആയിട്ട് നല്ല ഇതുണ്ട്. ആദ്യം കുറച്ച് ലാഗാണ്, പിന്നെ അടിപൊളി. നല്ല എൻഗേജിംഗ് ആയിട്ട് എൻഗേജ് ആണ്, നല്ല എൻഗേജ് ആണ്.